ഡൽഹി ജൂബിലി ആഘോഷങ്ങളുടെ സംഗമം ആയിരിക്കുന്ന ഈ പ്രത്യേക വേളയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സസന്തോഷം വന്നു ചേർന്നിരിക്കുന്ന അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി, വന്യ കോർപ്പിസ്കോപ്പമാരെ, ബഹുമാന്യരായ വൈദികർ, ഷമാശന്മാർ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മഴയും ഒക്കെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങളെ, കുർബാനയ്ക്ക് ശേഷം പറഞ്ഞതുപോലെ ഈ ബൃഹത്തായ സമ്മേളനം കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. കാരണം പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഡൽഹി ഭദ്രാസനം അല്ലെങ്കിൽ പരിസരങ്ങളിലും വിട്ടുമാറി നാട്ടിലെത്തിയപ്പോഴും അനേക വർഷം ഡൽഹിയിൽ പ്രദേശത്ത് ഉണ്ടായിരുന്ന മധുര സ്മരണകളെ നിലനിർത്തുന്നതിന്റെ സ്പഷ്ടമായ സൂചനയാണ് ഇന്ന് ഈ സമ്മേളിച്ചിരിക്കുന്ന കൂട്ടം. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സദൃശവാക്യത്തിന്റെ 9-ാം അധ്യായം 18-ാം വാക്യം. ദർശനമില്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ മലങ്കര സഭയ്ക്ക് ഒരിക്കലും കേരളത്തിന്റെ പുറത്തോട്ടുള്ള ദൗത്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഉള്ള ഒരു സംശയം. പണ്ടും ഇന്നും ബാഹ്യകേരളത്തിന്റെ പ്രാധാന്യവും അതിൻ്റെ സംഭാവനകളും എത്രമാത്രമാണ് ഈ സഭയ്ക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹി ഭദ്രാസനത്തിൽ നിന്നും വന്ന് നാട്ടിൽ പാർക്കുന്നവരുടെ ഒരു പ്രധാന ദൗത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബാഹ്യ കേരളത്തിൻ്റെ ഭദ്രാസനങ്ങളുടെ വിലയാണ്. അതിൻ്റേതായിട്ടുള്ള സംഭാവനകളും അതിൻ്റെ പ്രാധാന്യവും സഭ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും അതിൻ്റെ ദർശനം ഇന്ന് ഭാരതം മാത്രമല്ല എല്ലാ രാജ്യത്തും സ്ഥിതി ചെയ്യുന്ന മലങ്കര സഭയുടെ മക്കളുടെ ആവശ്യങ്ങളെ കണക്കാക്കിക്കൊണ്ട് സഭ ആകമാനം ഒരു ദർശനം രൂപീകരിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്ന് ആമുഖമായിട്ട് ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് നമ്മളുടെ ദൗത്യം എപ്പോഴും ഡൽഹി അതിൻ്റെ പരിസരങ്ങളിലും വിട്ടുമാറിയിട്ടുണ്ടെങ്കിലും സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വേദിയിൽ പല അവസരങ്ങളിലും ഈ ബാഹ്യകേരളത്തിൻ്റെ കാര്യങ്ങളെ എടുത്തു കാണിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി തുടരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങളെ ഇവിടെ സ്വസ്ഥമായിട്ട് കയ്യും കെട്ടി ഇരിക്കുവാൻ അല്ല ദൈവം അയച്ചിരിക്കുന്നത്. എപ്രകാരം ഡൽഹി ഭദ്രാസനത്തിൻ്റെ ഇടവകയിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും കണ്ണുനീരും വേർപ്പും ചോരയും ചൊരിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചോ, അപ്രകാരം തന്നെ വീണ്ടും നിങ്ങളുടെ അടുക്കൽ ഒരു വെല്ലുവിളിയാണ്. ഈ ഭദ്രാസനത്തിൻ്റെയും ബാഹ്യകേരളത്തിൻ്റെയും ആവശ്യങ്ങളെ ഈ സഭയ്ക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ സേവനം വീണ്ടും ഇടവകകളിൽ പല രംഗത്തും ദൈവം വിനിയോഗിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് നമ്മൾക്ക് ആരൊക്കെയോ ത്യാഗങ്ങൾ സഹിച്ച് ഈ ഭദ്രാസനത്തിൻ്റെ അടിസ്ഥാനം ഇട്ടു. ഒരു സമയത്ത് നമ്മളെക്കുറിച്ച് അറിഞ്ഞിരുന്നത് അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സഭയെന്നാണ്. ഇന്ന് ദൈവം അനുവദിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞിരിക്കുന്ന സഭയെക്കുറിച്ചുള്ള അറിവ് വ്യാപകമായിട്ടുണ്ട്. അത്രയ്ക്കുള്ള ഒരു വളർച്ച നമ്മൾക്ക് ഡൽഹിയിൽ സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള സഭകളും മറ്റുള്ള ഓരോ പ്രവർത്തന കൂട്ടരുമായിട്ട് നമ്മളുടെ ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട്
മലങ്കര ഓർത്തഡോക്സ് സഭ എന്തുവാണെന്ന് പ്രചരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് ഡൽഹി ഭദ്രാസനത്തിന് സാധിച്ചിട്ടുണ്ട്. സംയുക്തമായിട്ടുള്ള ജൂബിലി ആഘോഷമാണ്. 75 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹൗസ്കാസ്, അവിടെ ഈ ദേവാലയം സ്ഥിതി ചെയ്ത് ഇന്നും ഞാൻ പലയിടത്തായിട്ട് സന്ദർശിക്കുമ്പോൾ എന്നെ ഓടി വന്ന് കാണുന്നത് ആൾക്കാർ പറയുന്നത്, തിരുമേനി അവിടെ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഹൗസ്കാസ് പള്ളിയിലെ അംഗങ്ങളായിരുന്നു. നമ്മൾക്ക് ഒരു മാതൃ ഇടവകയായിട്ട് പ്രവർത്തിച്ചു വന്നിരിക്കുന്നത് ഈ ദേവാലയമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം നിർവഹിച്ച് അതിൻ്റെ വെളിച്ചവും പ്രവർത്തന വേദികളിലും വികസിപ്പിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നും മറികടന്ന് ഈ ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഇന്നും പ്രവർത്തിക്കുന്ന മാതൃകാപരമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹൗസ്കാസ്, നമ്മൾക്കേവർക്കും അഭിമാനത്തോടു കൂടി ഈ കത്തീഡ്രലിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഈ 75 വർഷങ്ങൾ ഈ ഇടവകയെ അനുഗ്രഹിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെ വികസിപ്പിച്ച് അതിനെ എല്ലാം നല്ല സാക്ഷിയാക്കി തീർത്തിരിക്കുന്നതായിട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിൽ വീണ്ടും അപ്രകാരം ഭാവിയിൽ ശോഭിക്കുന്ന ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഈ ഇടവകയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടുള്ള ഈ ജൂബിലി ആഘോഷത്തിൽ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. ഭദ്രാസനത്തിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകൾ മുഖാന്തരം അതിന് വളർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള വേദികൾ ദൈവം തരികയാണ്. പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള വേദികളിൽ നമുക്ക് ചെന്നെത്തുവാൻ തക്കവണ്ണം ഓരോ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മളെ ദൈവം നയിക്കുകയാണ്. അപ്രകാരം ഇനി ഭാവി കാലങ്ങൾ ഈ ഭദ്രാസനത്തിന് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കൈത്താങ്ങുകളും അതിന് ഭാവിയിൽ ശക്തീകരിച്ചുകൊണ്ട് അതിനെ മലങ്കര സഭയുടെ പേരും പെരുമയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ ഭദ്രാസനത്തിൽ കൂടി അതിൻ്റെ സാക്ഷ്യം തെളിഞ്ഞു കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്ന് നേരുകയും അതിൻ്റെ ഈ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു സ്ഥാപനത്തെ ദൈവം എപ്രകാരം ഇത്രത്തോളം വളർത്തിയോ അതുപോലെ ഇനി ഭാവിയിലും വളർത്തിക്കൊണ്ട് ഈ ഭദ്രാസനത്തിന് മാത്രമല്ല സഭയ്ക്കും അതിനെപ്പോഴും ഒരു പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ദേവാലയമായിട്ട് പ്രവർത്തിക്കുവാൻ ഇനിയും ഒരു ഭാവി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിനെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളാലും സഹായത്താലും അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരുവാൻ ദൈവം കനിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.